കാഞ്ഞങ്ങാട് ഹിറാ മസ്ജിദിലെ ബൈത്തു സക്കാത്ത് കമ്മിറ്റി ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു. മാസാന്ത്യ പെൻഷൻ മുതൽ ഭവന നിർമ്മാണം വരെയുള്ള വിവിധങ്ങളായ സാന്ത്വന സഹായ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ ഉള്ളത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. സക്കാത്ത് സമ്പന്നർ പാവപ്പെട്ടവർക്ക് നൽകുന്ന ഔദാര്യമോ ദാനധർമ്മമോ അല്ലെന്നും മറിച്ച് പാവപ്പെട്ടവരുടെ അവകാശമാണെന്നും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ബഷീർ മുഹിയുദ്ദീൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഹിറാ മസ്ജിദ് ബൈത്തു സക്കാത്ത് കമ്മിറ്റിയുടെ ഈ വർഷത്തെ പദ്ധതി പ്രഖ്യാപനത്തിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സക്കാത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സമൂഹത്തിൽ സമ്പത്തിന്റെ സന്തുലിതമായ വിതരണം ഉറപ്പാക്കുകയും സാമ്പത്തിക അസമത്വം കുറയ്ക്കുകയും ചെയ്യുകയാണെന്നും ബഷീർ മുഹിയുദ്ദീൻ ഓർമ്മിപ്പിച്ചു. ഇസ്ലാമിലെ 5 കർമ്മ അനുഷ്ഠാനങ്ങളിൽ വളരെ സുപ്രധാനമായ 3ാമത്തെ അനുഷ്ഠാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഇസ്ലാം എന്ന ഈ പ്രകൃതി ജീവിത ക്രമത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയും ഈ സന്ദേശം സമൂഹ മധ്യത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമസ്കാരമാണ്. മൂന്നാമത്തേത് സക്കാത്താണ്. 4 നോമ്പാണ്. 5 ഹജ്ജാണ്. സാധാരണഗതിയിൽ ഈ സമൂഹത്തിൽ അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ് സക്കാത്ത്. പള്ളികളിൽ നമസ്കരിക്കാൻ വേണ്ടി ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ധാരാളം പള്ളികൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതോട് ചേർത്തുകൊണ്ട് ഖുർആനിൽ 28 സ്ഥലങ്ങളിൽ സക്കാത്തിനെ ചേർത്ത് പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ളയാണ് കാഞ്ഞങ്ങാട് ഹിറാ മസ്ജിദ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 26 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സക്കാത്ത് സംവിധാനത്തിന്റെ പുതിയ ഹിജ്റ വർഷത്തെ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തിയത്. ഓരോരുത്തരും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ സക്കാത്ത് വാങ്ങുന്നവരുടെ അവരുടെ അഭിമാനത്തെ അല്പം പോലും ക്ഷതമേൽപ്പിക്കാത്ത രീതിയിൽ ആരും അറിയാതെ അവരെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹിറാ മസ്ജിദ് കമ്മിറ്റി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ ചികിത്സ, വീട് നിർമ്മാണം, വിദ്യാഭ്യാസം, സ്വയം തൊഴിൽ, അംഗപരിമിതർക്കുള്ള ഉപകരണ വിതരണം, മാസാന്ത്യ പെൻഷൻ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ സഹായ പ്രവർത്തനങ്ങളാണ് ഇത്തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദാറുൽ ഹിദായ ട്രസ്റ്റ് സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ T മുഹമ്മദ് അസ്ലം, റിട്ടയേർഡ് DYSP മനോജ് മാത്യു, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ ജയ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഫി ഉദ്മ എന്നിവർ സംസാരിച്ചു. ബൈത്തു സക്കാത്ത് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹഫീസ് അരിമല ചടങ്ങിൽ അധ്യക്ഷനായി. ജമാഅത്തെ ഇസ്ലാമി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് TK മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും BM മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.